PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കേരളവുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ചിലതിന്റെ ആൻസർ കേരളം വരും, അതുപോലെ കേരളത്തിലെ ആദ്യത്തെ, അതുപോലെ കേരളത്തിലെ ജില്ലകളുമായിട്ടുള്ള ബന്ധപ്പെട്ട അങ്ങനെ കേരളവുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് LDC CPO ഏത് എക്സാമിന് തയ്യാറെടുക്കുന്നവരായാലും കറണ്ട് അഫയേഴ്സ് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. കേട്ടോ, ഞാൻ പറഞ്ഞു കേരള ആൻസർ ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാത്തിന്റെ ആൻസർ എനിക്കറിയാം കേരളം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യനും കൂടി നന്നായി മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ എക്സാം ഹാളിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, 2024 ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് കേരളമാണ്. അതുപോലെ അടുത്തത്, ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സ്റ്റേറ്റ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. പരിസ്ഥിതി ബജറ്റ് മാത്രമല്ല, ജല ബജറ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളമാണ്. ഇപ്പൊ പരിസ്ഥിതി ബജറ്റ്, ജല ബജറ്റ് അതൊക്കെ തയ്യാറാക്കിയ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? കേരളം. പിന്നെ ഇന്ത്യയിൽ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയതും നമ്മുടെ കേരളമാണ്. GST കേരള PSCക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഡിഗ്രി ലെവലിലെ എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് GST. ഇപ്പൊ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സ്റ്റേറ്റ് കേരളം. പിന്നെ കായിക വിദ്യാഭ്യാസ പാഠ്യ വിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ് കേട്ടോ. കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ സ്റ്റേറ്റും ആദ്യമായിട്ട് നമ്മുടെ കേരളം തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റ് കേരളം. അതുപോലെ രാജ്യത്തെ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. ഇപ്പൊ രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഡിജിറ്റലിന്റെ കുറെ ഉണ്ട്. കേരളത്തില് ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണ്? കേരളത്തില് ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ. ഡിജിറ്റൽ സാക്ഷരത തൃശ്ശൂര്. ഇനി ഡിജിറ്റൽ സാക്ഷരത നേടിയ രണ്ടാമത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കോട്ടയമാണ് കേട്ടോ. മാറിപ്പോയത്. കേരളത്തില് ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല തൃശ്ശൂര്, ഡിജിറ്റൽ സാക്ഷരത നേടിയ രണ്ടാമത്തെ ജില്ലയായി മാറിയത് കോട്ടയമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ തളിപ്പറമ്പ്. ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ കേട്ടോ. പുല്ലമ്പാറ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്, ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്, തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. അതുപോലെ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല തൃശ്ശൂര്, ഡിജിറ്റൽ സാക്ഷരത നേടിയ രണ്ടാമത്തെ ജില്ല കോട്ടയം. ഡിജിറ്റലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും പിന്നെ നിലവിൽ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. അപ്പം ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല തൃശ്ശൂര്, രണ്ടാമത്തെ ജില്ല കോട്ടയം. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലം തളിപ്പറമ്പ്, ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. അതുപോലെ കേരളത്തിലെ ആദ്യ AI അധ്യാപിക. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അധ്യാപിക. കേരളത്തിലെ ആദ്യത്തത് ഐറിസ് ആണ് കേട്ടോ. ഐറിസ്. കേരളത്തിലെ ആദ്യ AI അധ്യാപികയുടെ പേര് ഐറിസ് ആണ്. അതുപോലെ വാർത്താ അവതാരകൻ, അത് PSC ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ ആരാണെന്ന് ചോദിച്ചാൽ ഇവാൻ ആണ്. മീഡിയ 1 ചാനലിലാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂസ് റീഡർ ഉണ്ടായത്. ഇതിന്റെ പേര് ഇവാൻ. IVAN കേട്ടോ. ഇവാൻ ആണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂസ് റീഡർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്കൂൾ ഉണ്ടല്ലേ. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ശാന്തിഗിരി വിദ്യാഭവനാണ്, പോത്തൻകോട്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടിലുള്ള ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ശാന്തിഗിരി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാൻ ആണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ അധ്യാപിക കേരളത്തിലെ ആദ്യത്തത് ഐറിസ് ആണ്. ഐറിസ്.
നെക്സ്റ്റ്, പത്രവായനക്കും പുസ്തക വായനക്കും സ്കൂളിൽ പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. പത്രവായനക്കും പീരീഡ്, അതുപോലെ പിന്നെ പുസ്തക വായനക്കും സ്കൂളിൽ പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. പത്രവായനക്കും പിന്നെ പീരീഡ് ഉണ്ട്, പിന്നെ പുസ്തക വായനക്കൊക്കെ പീരീഡ് ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളുമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് പാസ്പോർട്ട് ലഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം കേരളം. വനിതാ പാസ്പോർട്ട് ഉടമകളും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്റ്റേറ്റ് കേരളമാണ്. സർക്കാർ മേഖലയിൽ OTT പ്ലാറ്റ്ഫോം, അതിന്റെ പേര് സി സ്പേസ് എന്നാണ് കേട്ടോ. ആ OTT പ്ലാറ്റ്ഫോമിന്റെ പേര് സി സ്പേസ്. അങ്ങനെയും ചോദിക്കാം. കേരളത്തിലെ പിന്നെ സർക്കാർ മേഖലയിലുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ പേര് ചോദിക്കാം, സി സ്പേസ് എന്നാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാലും നമ്മുടെ കേരളം തന്നെയാണ് ആൻസർ കേട്ടോ. അതുപോലെ 2025 ജനുവരി 1 മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ലഭിക്കുന്ന ആദ്യ സ്റ്റേറ്റ് ആയി മാറുന്നതും നമ്മുടെ കേരളമാണ് കേട്ടോ. 2025 ആകുന്നതോടെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുന്ന ആദ്യ സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. എല്ലാ അധ്യാപകർക്കും പിന്നെ AI പരിശീലനം ലഭ്യമാക്കുന്ന സ്റ്റേറ്റ് കേരളം. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതും കേരളമാണ്. സർട്ടിഫിക്കറ്റ്, കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതും കേരളം. അതുപോലെ ആദ്യ പരിസ്ഥിതി ബജറ്റ് പറഞ്ഞല്ലേ, ജല ബജറ്റ്, പരിസ്ഥിതി ബജറ്റ് ഒക്കെ അവതരിപ്പിച്ചത് കേരളമാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സ്റ്റേറ്റ് കേരളം. ഹാപ്പിനെസ് പാർക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർക്ക് സ്ഥാപിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കിയ ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തെ ആൻസർ ആയിട്ട് വരുന്ന എന്തെല്ലാം പറഞ്ഞു? ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കിയ ആദ്യ സ്റ്റേറ്റ് കേരളം. പിന്നെ ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സ്റ്റേറ്റും കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സ്റ്റേറ്റ് കേരളം. പരിസ്ഥിതി ബജറ്റ് പോലെ തന്നെ ജല ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചതും കേരളമാണ്. ജല ബജറ്റ്, പരിസ്ഥിതി ബജറ്റ് ഒക്കെ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിൽ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനവും കേരളമാണ്. GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കിയ ആദ്യ സ്റ്റേറ്റും കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യ വിഷയമാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സ്റ്റേറ്റ് കേരളം. പിന്നെ രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്നത് കേരളത്തിലാണ് കേട്ടോ. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം, പക്ഷി ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമായിരുന്നു. രാജ്യത്ത് ആദ്യമായി പക്ഷികളുടെ അറ്റ്ലസ് തയ്യാറാക്കിയത് കേരളത്തിൽ. അതുപോലെ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. പത്രവായനക്കും പുസ്തക വായനക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തിയതും നമ്മുടെ കേരളത്തിലാണ്. ഇപ്പൊ സ്കൂളിന്റെ വേറെ എന്താ പറഞ്ഞ? ഉച്ചഭക്ഷണം നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞു. അതുപോലെ സ്കൂളുകളിൽ പത്രവായനക്കും പുസ്തക വായനക്കുമായി പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തിയ സ്റ്റേറ്റും കേരളമാണ്. അതുപോലെ മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭ്യമാക്കുന്നുള്ള ആദ്യ സ്റ്റേറ്റും കേരളം തന്നെയാണ് കേട്ടോ. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭ്യമാക്കുന്ന ആദ്യ സ്റ്റേറ്റ് ആയി മാറുന്നതും കേരളം തന്നെയാണ്. പിന്നെ കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നത്, മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കുന്നത് എല്ലാം ഏതാണ്? കേരളം. പിന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതും കേരളത്തിലാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിലെ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത് കേരളത്തിലാണ്. അതിന്റെ പേര് സി സ്പേസ് എന്നാണ്. OTT എന്ന് പറഞ്ഞാൽ ഓവർ ദി ടോപ്പ്. ആ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്റ്റേറ്റ് കേരളമാണ്. സി സ്പേസ് എന്നാണ് OTT ആ പ്ലാറ്റ്ഫോമിന്റെ പേര്. അപ്പൊ കേരളത്തിലെ OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത സിനിമ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സൂഫിയും സുജാത എന്നുള്ള ഫിലിമാണ് OTTയിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ ആദ്യമായി കേരളത്തിൽ റിലീസ് ചെയ്ത ഫിലിം കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത് നമ്മുടെ കേരളത്തിലാണ്. അതിന്റെ പേര് സി സ്പേസ് എന്നാണ്.
അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളൊക്കെ ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകൾ വനിതാ പാസ്പോർട്ട് ഉടമകളുള്ള കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ പേർക്ക് പാസ്പോർട്ട് നൽകിയ സ്റ്റേറ്റ് ഏതാണ്? കേരളം. അതായത് കൂടുതൽ പാസ്പോർട്ട് ഉടമകൾ കേരളത്തിലുണ്ട്. പിന്നെ ആശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയത് കേരളം പറഞ്ഞു. കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ജില്ല തൃശ്ശൂരാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ രണ്ടാമത്തെ ജില്ല കോട്ടയം. അതുപോലെ കേരളത്തിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. അതുപോലെ കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയുടെ പേരും പറഞ്ഞു. ഐറിസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ഐറിസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാൻ ആണ്. മീഡിയ വൺ ചാനലിൽ ഇവാൻ ആണ് കേരളത്തിലെ ആദ്യ വാർത്താ അവതാരകൻ. പിന്നെ കേരളത്തിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ ചോദിക്കുകയാണെങ്കിൽ ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്. തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടിലുള്ള ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധി സ്കൂൾ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ. പിന്നെ കേരളത്തിലെ ആദ്യമായി ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ തൊടുപുഴ കേട്ടോ. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് തൊടുപുഴയിലാണ്. കേരളത്തിൽ ആദ്യമായി ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തത് പുന്നപ്ര. ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രം പുന്നപ്രയിലാണ്. അതുപോലെ തുളസി വനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ കോന്നിയിലാണ് കേട്ടോ. കോന്നി ഇക്കോ ടൂറിസത്തിലാണ് തുളസി വനം പദ്ധതി ആരംഭിച്ചത്. ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് പുന്നപ്ര. തുളസി വനം ഇക്കോ ടൂറിസം കേന്ദ്രം വന്നത് കോന്നിയിലാണ്. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. അതുപോലെ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? നന്ദിയോടാണ്. നന്ദിയോട് കൂൺ ഗ്രാമം. കഥകളി ഗ്രാമം അയിരൂർ ഉണ്ട് അല്ലെ, അതുപോലെ കൂൺ ഗ്രാമം വന്നിട്ടുണ്ട്. കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് നന്ദിയോട്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചത്. പിന്നെ ഹെറിറ്റേജ് വില്ലേജ് നമുക്കറിയാം കൽപ്പാത്തിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി. അതുപോലെ കേരളത്തിൽ ആദ്യമായി ഓക്സിജൻ പാർക്ക് വന്നത് പാളയം. ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് പാളയം. കേരളത്തിൽ ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലയിൻകീഴ് കേട്ടോ. നോട്ട് ചെയ്തോളൂ, മലയിൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴിലാണ് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴ്. മലയിൻകീഴ് വലിയ മലയിലായതുകൊണ്ട് അവിടെ പോകാൻ കഴിയില്ല, ഓൺലൈനായിട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മതി. ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് മലയിൻകീഴ്. അതുപോലെ കേരളത്തിൽ ഹെലി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കേരളത്തിൽ ഹെലി ടൂറിസം പദ്ധതി കൊച്ചിയിൽ. അതുപോലെ കേരളത്തിൽ ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ്, വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിച്ചത് ആക്കുളം. തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിച്ചത് കേട്ടോ. ആക്കുളം. ഇനി കേരളത്തിൽ ആദ്യമായി സാനിറ്ററി നാപ്കിൻ പിന്നെ വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ചോദിക്കുകയാണെങ്കിൽ കാക്കനാട് സെൻട്രൽ ജയിലിലാണ് സാനിറ്ററി നാപ്കിൻ വിപണിയിൽ എത്തിക്കുന്നത് കേട്ടോ. ആ നാപ്കിന്റെ പേരാണ് ഫ്രീഡം കെയർ എന്ന പേരിൽ സാനിറ്ററി നാപ്കിൻ വിപണിയിൽ എത്തിച്ച കേരളത്തിലെ ജയിൽ ഏതാണ്? കാക്കനാട്. അതുപോലെ കേരളത്തിൽ ആദ്യമായി പ്രസവാവധി അനുവദിച്ച യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. പ്രസവാവധി അനുവദിച്ച യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഞാൻ പറഞ്ഞു ആർത്തവ അവധി അനുവദിച്ചത് വിദ്യാർത്ഥികൾക്ക്. ആർത്തവ അവധി അനുവദിച്ച യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുസാറ്റ് ആണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് കേട്ടോ, അനുവദിച്ചത്. അതുപോലെ രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് രക്തദാനത്തിന് അവധി നൽകിയത് കേരള യൂണിവേഴ്സിറ്റി. അപ്പൊ 3 യൂണിവേഴ്സിറ്റി മാറിപ്പോയത്. ആർത്തവ അവധി നൽകിയത് കുസാറ്റ് ആണ്. രക്തദാനത്തിന് അവധി നൽകിയത് കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പ്രസവ അവധി നൽകിയ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി ആണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ വരുന്ന ഞാൻ ഒരു ക്ലാസ്സിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസവാവധി അനുവദിച്ച ആദ്യ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി കേരളത്തിൽ കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. 2024 ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് കേരളം. ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് കേരളം. ഉച്ചഭക്ഷണത്തിന് ലൈസൻസ് കേരളത്തിലാണ്. അതുപോലെ ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളം. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ്
കേരളം. ജല ബജറ്റ് ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയതും കേരളമാണ് കേട്ടോ. ജല ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ചതും കേരളത്തിലാണ്. പിന്നെ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. പക്ഷി ഭൂപടം തയ്യാറാക്കിയതും കേരളമാണ്. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയതും കേരളമാണ്. GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. പിന്നെ പത്രവായനക്കും പുസ്തക വായനക്കും സ്കൂളിൽ പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം തന്നെയാണ്. പത്രവായനക്കും പുസ്തക വായനക്കും പ്രത്യേക പീരീഡ് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ളതും വനിതാ പാസ്പോർട്ട് ഉടമകളൊക്കെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പാസ്പോർട്ട് ഉടമകൾ ഏറ്റവും കൂടുതൽ പേർക്ക് പാസ്പോർട്ട് ലഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ OTT പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലാണ്. ആ OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ് ആണ്. പിന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് ആരംഭിക്കുന്നത് കേരളത്തിലാണ്. ഹാപ്പിനെസ് പാർക്ക് ആരംഭിക്കുന്നുണ്ട്. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് കേരളത്തിലാണ്. പിന്നെ എല്ലാ അധ്യാപകർക്കും AI പരിശീലനം നൽകാൻ ആരംഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ആരംഭിക്കുന്നത് കേരളത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കേരളത്തിലെ ആദ്യ അധ്യാപികയുടെ പേര് പറഞ്ഞു, ഐറിസ് ആണ്. വാർത്താ അവതാരകനാരാണ്? ഇവാൻ ആണ്. മീഡിയ 1 ചാനലിൽ ഇവാൻ ആണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂസ് റീഡർ കേട്ടോ, വാർത്താ അവതാരകൻ. അതുപോലെ കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂള് ശാന്തിഗിരി വിദ്യാഭവനാണ്, പോത്തൻകോട്, തിരുവനന്തപുരം ജില്ലയിൽ. പിന്നെ എന്താ പറഞ്ഞത്? കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. രണ്ടാമതായി ഡിജിറ്റൽ സാക്ഷരത നേടിയ ജില്ല കോട്ടയം. അതുപോലെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്, പുല്ലമ്പാറ. കേരളത്തിൽ ആദ്യമായി ക്യാമ്പസ് വ്യവസായ പാർക്ക് ആരംഭിച്ചത് തൊടുപുഴയിലാണ്. ക്യാമ്പസ് വ്യവസായ പാർക്ക് തൊടുപുഴ. പിന്നെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് പുന്നപ്രയിലാണ്, പുന്നപ്ര. തുളസീവനം ഇക്കോ ടൂറിസം കേന്ദ്രം ആരംഭിച്ചത് കോന്നിയിലാണ് കേട്ടോ. തുളസീവനം കോന്നി. കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് നന്ദിയോട്, തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് കൂൺ ഗ്രാമം. അതുപോലെ കഥകളി ഗ്രാമമുണ്ട് അയിരൂർ, അത് നോട്ട് ചെയ്തോളൂ, കഥകളി ഗ്രാമം അയിരൂർ. പിന്നെ കേരളത്തിൽ ആദ്യമായി ഓക്സിജൻ പാർക്ക് നിലയിൽ വന്നത് പാളയത്തിലാണ്. ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴ്. ഞാൻ പറഞ്ഞു വലിയ മലയായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വിഷമമായതുകൊണ്ട് ഓൺലൈൻ ഗ്രാമസഭയെ സംഘടിപ്പിച്ചത്. അങ്ങനെ കണക്ട് ചെയ്താൽ വേഗം പഠിക്കാൻ പറ്റും. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴാണ്. കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം ആരംഭിക്കുന്നത് കൊച്ചി. ഹെലി ടൂറിസം പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചത് കൊച്ചിയിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ്, വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ കേരളത്തിൽ ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിച്ചത് ആക്കുളം, തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്തിലാണ് കേട്ടോ, ആക്കുളം. കേരളത്തിൽ ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആക്കുളം. പിന്നെ സാനിറ്ററി നാപ്കിൻ കേരളത്തിൽ ആദ്യമായി വിപണിയിൽ എത്തിക്കുന്ന ജയിൽ ഏതാണ്? കാക്കനാട് ജയിലാണ്, കാക്കനാട് സെൻട്രൽ ജയിൽ. ആ സാനിറ്ററി നാപ്കിന്റെ പേര് ഫ്രീഡം കെയർ എന്നാണ്, ഫ്രീഡം കെയർ. പിന്നെ പ്രസവാവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി പറഞ്ഞു. പ്രസവാവധി കൂടാതെ ആർത്തവാവധി അനുവദിച്ചത് കുസാറ്റാണ്, കുസാറ്റ്. പിന്നെ രക്തദാനത്തിന് അവധി നൽകിയ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ് കേരളത്തിൽ? അത് കേരള യൂണിവേഴ്സിറ്റിയാണ്, കേരള സർവകലാശാല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. താങ്ക്